തൂക്കുപാലത്തിന്റെ നാടായ പുനലൂരിൽ നിന്നും കരിമ്പനകളുടെയും രഥോത്സവത്തിന്റെയും നാടായ പാലക്കാട്ടേക്ക് ഒരു പുതിയ ട്രെയിൻ. അതാണ് പാലരുവി എക്സ്പ്രസ്. പുനലൂരിൽ നിന്ന് മലബാർ മേഖലയിലേക്ക് പുറപ്പെടുന്ന ആദ്യ ട്രെയിനാണ് പാലരുവി എക്സ്പ്രസ്. മധുരൈ, ഗുരുവായൂർ, കന്യാകുമാരി എന്നീ ട്രെയിനുകൾക്ക് ശേഷം പുനലൂരിൽ നിന്നും പുറപ്പെടുന്ന 4ാമത്തെ ട്രെയിനുമാണിത്. ദിവസവും പുലർച്ചെ 3:25 പുനലൂരിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ ഉച്ചയ്ക്ക് 1:20 പാലക്കാട്ടെത്തും. തിരിച്ച് വൈകുന്നേരം 4:40 പുറപ്പെടുന്ന ട്രെയിൻ പുലർച്ചെ 1:20 പുനലൂരും എത്തുന്ന രീതിയിലാണ് സർവീസ് നടത്തുക. ഇതോടെ കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ളവർക്ക് എറണാകുളത്തേക്ക് നേരിട്ട് യാത്ര ചെയ്യാനാകും. കൂടാതെ വേണാട് എക്സ്പ്രസിലെ തിരക്കും കുറയും. എറണാകുളത്ത് നിന്ന് രാത്രി കോട്ടയം വഴി കൊല്ലത്തേക്ക് ട്രെയിൻ ഇല്ലെന്ന പരാതിയും ഇതോടൊപ്പം അവസാനിക്കും. പുനലൂർ മുതൽ പാലക്കാട് വരെ 25 സ്ഥലത്താണ് ഈ ട്രെയിനിന് സ്റ്റോപ്പ് ഉള്ളത്. പാലരുവി എക്സ്പ്രസ് അല്ല, പകരം പാലരുവി പാസഞ്ചർ ആണ് എന്ന് പരക്കെ ആക്ഷേപം ഇപ്പോൾ തന്നെ നാട്ടുകാരും യാത്രക്കാരും ഉന്നയിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. And we have constructed a new railway station by name New Aringa. Already Aringa. These are used by individuals and one for individuals also permitted to use the highway. On the other hand, private train terminals are പുനലൂർ പാലക്കാട് പാലരുവി എക്സ്പ്രസിന്റെ ഉദ്ഘാടന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ വണ്ടി ആക്ച്വലി പുനലൂർ കന്യാകുമാരി ട്രെയിനുമായിട്ട് റൈറ്റ് ഷെയറിംഗ് ഉണ്ട്. വണ്ടി കംപ്ലീറ്റ്ലി നല്ല രീതിയിൽ അലങ്കരിച്ച് കുട്ടപ്പനാക്കിയിട്ടിരിക്കുകയാണ്. കണ്ടില്ലേ, വാഴയിലയും കുരുത്തോല തോരണങ്ങളും ബലൂണും ധാരാളം ഫ്ലെക്സുകളും സ്റ്റിക്കറുകളും ആശംസ അറിയിച്ചുകൊണ്ടുള്ള സ്റ്റിക്കറുകളും ഫ്ലെക്സുകളും എല്ലാം ഉണ്ട്. വണ്ടി ഫുള്ള് ഡെക്കറേറ്റഡ് ആണ്. അപ്പോൾ ഇനി പുനലൂരുകാർക്ക്, കൊല്ലം വരെയുള്ള ആൾക്കാർക്ക് കൊല്ലത്ത് പോയിട്ട് ട്രെയിൻ മാറി കയറി ഇറങ്ങാതെ ഡയറക്റ്റ് എറണാകുളത്തിന് പോവാം. തിരിച്ചതേപോലെ എറണാകുളത്ത് നിന്ന് ചെങ്ങന്നൂർ ഭാഗത്തേക്ക് പാസഞ്ചറിന് ശേഷം, വേണാടിനും പാസഞ്ചറിന് ശേഷം ഉള്ളൊരു ട്രെയിനും കൂടിയാണ്. പാലരുവി എക്സ്പ്രസിന്റെ കന്നി യാത്രയാണ് പോകാൻ പോകുന്നത്. പുനലൂരിൽ നിന്ന് ഇന്നിപ്പോൾ എറണാകുളം വരെ പോയിട്ട് വരും. നാളെ രാവിലെ മുതൽ വെളുപ്പിന് 3:30 പുനലൂരിൽ നിന്ന് പുറപ്പെട്ട് പാലക്കാട്ടേക്ക്, തിരിച്ച് അവിടുന്ന് വൈകിട്ട് പുറപ്പെട്ട് രാത്രി 1 മണിയോട് അടുപ്പിച്ച് പുനലൂർക്ക് വന്നു കഴിയും.
പുനലൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സുജിത് ഭക്തൻ സൈനിങ് ഓഫ്. ആൻഡ് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ട്രാവൽ വീഡിയോസ്, പുതിയ ടെക്നോളജി വീഡിയോസ്, പുതിയ പുതിയ കാര്യങ്ങൾക്കെല്ലാം വേണ്ടി ടെക് ട്രാവലിൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക. അടിപൊളി കിടിലൻ അപ്ഡേറ്റ്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.